ഹെർബൽ ലൈഫിൻ്റെ ഈ വെയ്റ്റ് ലോസ് ഡ്രിങ്കിനെ കുറിച്ചിട്ട് കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും, കുറച്ച് പേരെങ്കിലും ഉപയോഗിച്ച് റിസൾട്ടും കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പലർക്കുള്ള ഒരു ഡൗട്ടാണ്, ഇത് ഉപയോഗിച്ചാൽ ഭാവിയിൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഞങ്ങൾ ഒരു ന്യൂട്രീഷനിസ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് 3 മാസം ഉപയോഗിച്ച് 13 കിലോ വെയിറ്റ് കുറഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാനിങ്ങനെ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ഇടാനായിട്ടുള്ള കാരണം. ഇതൊരു അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ഇതൊരു സെയിലിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, ആളുകളുടെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ മാത്രമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് മെയിനായിട്ട് 3 തരം പൗഡറുകൾ ഒരുമിച്ച് ഷേക്കാക്കി ഉപയോഗിച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഒന്ന് പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ, അതേപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ കിട്ടുന്ന മറ്റൊരു പൗഡറാണ് ഷേക്ക് മേറ്റ് എന്നുള്ള ഒരു പൗഡർ, അതേപോലെ തന്നെ ഫോർമുല 1. ഇത് 3ഉം കൂടിയിട്ട് നമുക്ക് ഒരു ഗ്ലാസ്സിലിട്ടിട്ട് മിക്സ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലെൻഡറിലിട്ടിട്ട് മിക്സ് ആക്കിയിട്ടോ 3ഉം കൂടിയിട്ട് ഷേക്കാക്കി കുടിച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോർമുല 1 നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറിലൊക്കെ കിട്ടും. നമുക്ക് പാൻ ഫ്ലേവർ, ഡച്ച് ചോക്ലേറ്റ് ഫ്ലേവർ, ബനാന കാരമൽ ഫ്ലേവർ, അതേപോലെ തന്നെ റോസ് ഗീർ ഫ്ലേവർ ഉണ്ട്, അതേപോലെ നമുക്ക് വാനില ഫ്ലേവർ കിട്ടും, പിന്നെ കുൽഫി ഫ്ലേവർ, മാംഗോ ഫ്ലേവർ, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഫേവറേറ്റ് ഫ്ലേവർ ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ ഒരു ബ്ലെൻഡറിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലോ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് പ്രോട്ടീൻ പൗഡർ ഒരു സ്കൂപ്പൊക്കെ അതിൽ തന്നെ ഉണ്ട്, അതേപോലെ തന്നെ ഷേക്ക് മേറ്റ് 2 സ്കൂപ്പ്, അതേപോലെ ഫോർമുല 1 3 സ്കൂപ്പ്, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു അളവ്. ഇത് 3ഉം എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നമ്മൾ ആദ്യം ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നന്നായി ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ പിന്നെയും നമുക്ക് വെള്ളം ആഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള അളവിലാക്കിയിട്ട് നമുക്ക് ഷേക്ക് ആക്കിയിട്ട് കുടിക്കാം. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഇത് തന്നെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വേഗം വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കുടിക്കുന്ന സമയത്ത് വെള്ളം ഒഴിവാക്കാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് വെള്ളം നല്ലപോലെ കുടിക്കുക.